എറണാകുളം നഗരഹൃദയത്തിൻ്റെ കൗൺസിലർ പത്മജ എസ് മേനോൻ ഒരു വലിയൊരു അഭിമാനകരമാണ്. തീർച്ചയായിട്ടും വലിയ നഗരമാണ് എറണാകുളം, കേരളത്തിലെ ഏറ്റവും വലിയ നഗരം. അതിൻ്റെ ഹാർട്ട് അവിടുത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുക എന്ന് പറഞ്ഞത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ നഗരത്തിലെ എല്ലാ കാര്യവും എറണാകുളം എന്ന് പറഞ്ഞാൽ പത്മജ എസ് മേനോനാണ് എന്ന് പറയാം. കാരണം കൗൺസിലർ അതെ ആണല്ലോ. അപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ വലിയ വിമാനത്താവളമാണോ, അതിൻ്റെ ബിൽഡിംഗ് ആണോ, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ രൂപസാദൃശ്യമൊക്കെ ഉണ്ടോ. നോക്കിയപ്പോഴാണ് കാണുന്നത് എറണാകുളം മാർക്കറ്റിൻ്റെ പുതിയ മന്ദിരമാണ്. എറണാകുളത്തെ മാർക്കറ്റിന് പുതിയൊരു കെട്ടിടം ഉണ്ടാകുന്നു. 78 കോടിയാണ് അത്രേ അതിൻ്റെ ചിലവ്. ഇത് കോർപ്പറേഷൻ ഇതിനുള്ള പൈസയൊക്കെ ഉണ്ടോ? അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഏത് ചെയർമാനാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തൊക്കെ നടത്തുന്ന ചെയർമാൻ, കുറച്ച് ദിവസമായിട്ടൊക്കെ ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ മുഖം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ചിരിച്ച് ബ്രൈറ്റായിട്ടിരിക്കും. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി, എന്തെങ്കിലും വിഷമമുണ്ടോ, അസുഖമുണ്ടോ, വീട്ടിലെന്തെങ്കിലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഒരു 100 കോടി രൂപ കിട്ടിയാലേ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിങ്ങനെ ഓരോ ജനകീയ ആസൂത്രണം ഉണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 100 കോടി രൂപ കിട്ടണം. അത് എവിടെ നിന്ന് കിട്ടുന്ന ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, വിഷണ്ണനായിട്ടിരിക്കണമെന്ന്. അതിനിടയ്ക്ക് ഹഡ്കോ എന്ന് എൻ്റെ ഡിവിഷനിലേക്ക് ഒന്ന് ആലോചിക്കണേ. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ സിറ്റിയുടെ നടുക്കുള്ള ഡിവിഷനിൽ ഒരു അംഗൻവാടി ഇല്ല, ഒരു ADS ഹാൾ, കുടുംബശ്രീയുടെ ഹാളില്ല, ഒരു പകൽ വീടില്ല, ഒന്നുമില്ല. ഭരിച്ചത് മുഴുവനും കോൺഗ്രസ്സുകാരാണ്. ആ ഡിവിഷൻ ഞാൻ ഏറ്റെടുക്കുന്നത് വരെ അവരുടെ കൗൺസിലർമാരായിരുന്നു. അംഗൻവാടി എന്ന് പറഞ്ഞാൽ പലരുടെയും വിചാരം കുട്ടികൾക്ക് കൊണ്ട് ആക്കിയിട്ട് പോകാൻ സ്ഥലം. അങ്ങനെയല്ല. കൗമാരക്കാരായ പെൺകുട്ടികൾക്കുള്ള അതായത് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള പോഷക പദാർത്ഥങ്ങൾ ഗർഭിണികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ അവർക്കൊരു 6000 രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ പോഷക കാര്യങ്ങൾ കൊടുക്കുക, വയസ്സായ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കുക. അതൊക്കെയാണ് അംഗൻവാടി. അതുപോലും ഇല്ലായിരുന്നു ഈ ഡിവിഷനിൽ. ഞാൻ ഡൽഹിയിൽ പോയി, ഹഡ്കോയിൽ പോയി, അവിടുത്തെ എന്താണ് മാഡത്തിനെ കണ്ടപ്പോഴേക്കും മാഡം പറഞ്ഞു ഇതൊരു പ്രശ്നമില്ല, എല്ലാ കൊല്ലം ഓരോ കോടി രൂപ വീതം പത്മജയുടെ ഡിവിഷനിലേക്ക് തന്നേക്കാം. മെയിൻ ഇതാണല്ലോ, അത് കോർപ്പറേഷൻ ഒരു ഇതാണ്, അവരുടെ അസറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും തന്നേക്കാം ഓരോ കോടി രൂപ. ആദ്യം 1 കോടി രൂപ അംഗൻവാടിക്ക് ഇരിക്കട്ടെ, അതിനെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂന്ന്. 26 മാസം നെട്ടോട്ടം ഒഴിച്ച് എത്ര പ്രാവശ്യം തിരുവനന്തപുരത്ത് അത് വരാണ്ടിരിക്കാൻ വന്നാൽ BJP-കാർ കൊണ്ടുവന്ന ഇതാവുമല്ലോ, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാവുമല്ലോ. വേണ്ട, അംഗൻവാടി ഇല്ലെങ്കിൽ വേണ്ട. അല്ല, എനിക്കൊരു സംശയം, എറണാകുളത്തിൻ്റെ ഈ ഞാൻ പറഞ്ഞ പോലെ പനമ്പള്ളി നഗർ, കടവന്ത്ര, പിന്നെ എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ ഭാഗം അല്ലേ, MG റോഡിൻ്റെ ഭാഗം ഒക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഡിവിഷൻ. അല്ലല്ല, പനമ്പള്ളി നഗറൊന്നുമില്ല, പാലത്തിൻ്റെ ഇപ്പുറത്ത്. അതായത് ശിവക്ഷേത്രം, കോർപ്പറേഷൻ ഓഫീസ്, മഹാരാജാസ് കോളേജ്, ലോ കോളേജ്, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ഗേൾസ് സ്കൂൾ, SRV സ്കൂള്, ഫൈൻ ആർട്സ് സൊസൈറ്റി, ചാവറ കൾച്ചർ സെൻറ്റർ, 3 അത്രയും ഭാഗം വരും അല്ലേ? വലിയ ഭാഗം. അവിടെ കുറച്ചുകൂടെ ഒരു സാമ്പത്തികമായി മേലെ ഉള്ള ആളുകളല്ലേ? അതെ. അപ്പോൾ അവിടെ അംഗൻവാടിയുടെ ഒക്കെ ആവശ്യമുണ്ടോ? ഉണ്ട്, ധാരാളം. കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്കാണെങ്കിലും ഈ കുട്ടികളെ കൊണ്ട് LKG മറ്റേതുപോലെ എന്താണ് പ്ലേ സ്കൂളിലൊക്കെ ചേർക്കണമെങ്കിൽ 6000 രൂപ 8000 രൂപയാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ വിചാരിക്കുന്നത് കൊച്ചു കുട്ടികളുടെ മാത്രം കാര്യങ്ങളാണ്. എന്തുമാത്രം കാര്യങ്ങളാണ് ഒരു അംഗൻവാടിയിൽ കൂടെ നടക്കുന്നതെന്ന് അറിയാമോ? ചുറ്റുമുള്ള ആൾക്കാർക്കും ഡിവിഷനിലെ ആൾക്കാർക്കും നമ്മുടെ ഈ വയസ്സറിയിച്ച കുട്ടികൾക്കുള്ള പോഷകാഹാര പദാർത്ഥങ്ങളൊക്കെ ഇതിൽ കൂടെയാണ് പോകുന്നത്. ഗർഭിണികളായ അമ്മമാർക്ക് 60 വയസ്സ് കഴിഞ്ഞ ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു ധാരണ അംഗൻവാടി എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കുന്നു എന്നുള്ള. അപ്പം എൻ്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ 26 മാസം എന്നെ VKC പാദരക്ഷയുടെ ഇതായിട്ട് വെച്ചു, എന്താണ് ബ്രാൻഡ് അംബാസഡറായിട്ടോ. ഓടി മതിയായി ഞാൻ ഏകാംഗ സമരം നടത്തി. അതിനൊരു രസം ഉണ്ടായിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പ്ലക്കാർഡും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് അനുവദിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ ഒരു വയസ്സായ അങ്കിൾ വന്ന് ചോദിച്ചു, എന്താ കൗൺസിലറല്ലേ ഇങ്ങനെ ഇരിക്കുന്ന, എന്താ? എൻ്റെ മോന് വേണ്ടി 1 കോടി രൂപ ഡൽഹിയിൽ നിന്ന് സാങ്ഷനാക്കി വീട് വയ്ക്കാൻ, അതിന് ഇവരിവിടെ ശരിയാക്കുന്നില്ല. അയ്യോ, കൗൺസിലറിന് പൈസ ഇല്ലേ മോന് വീട് വെച്ച് കൊടുക്കാനായിട്ട്? അങ്ങനെ തുടങ്ങി 50 രൂപ എൻ്റെ വകയിരിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുവരെ അവർ 26 മാസം ബ്ലോക്കാക്കി. പിന്നെ ഹഡ്കോ എന്ന് പറഞ്ഞു ഇനി കിട്ടില്ല കേട്ടോ. 3 കോടി രൂപ വരാനുള്ളിടത്താണ് 1 കോടി രൂപയ്ക്ക് ഇട്ട് ഈ കളി കളിപ്പിച്ച് 26 മാസം പോയത്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ പോയി കേസ് കൊടുക്കും, ഇവിടെ പോയി കേസ് കൊടുക്കും. ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ, ഒരു ചീഫ് എഞ്ചിനീയറിനല്ലേ നമ്മൾ വരാൻ കേട്ടോ. എന്നാൽ ഈ പറഞ്ഞു പോവാണ്. 75 ലക്ഷം രൂപയിൽ മുകളിലാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ചീഫ് എഞ്ചിനീയർ ഒപ്പിടണം. 1 കോടി രൂപയുടെ പ്രോജക്റ്റാണെന്ന് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന് അറിയില്ലേ, ആ മാഡമാണ് ഒപ്പിടേണ്ടത്. 24 പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്തു, എല്ലാം ചെയ്ത് റെഡിയായിട്ടിരിക്കുക. ബാങ്കിലേക്ക് 24 ലക്ഷം രൂപ ട്രാൻസ്ഫറും ചെയ്തു.
ഇതെടുത്തിരിക്കുന്നത് കാലിക്കറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത്. അവർ വന്നിട്ട് ഒപ്പിടാൻ നോക്കുമ്പോൾ പറയാണ്, അയ്യോ ഇത് എൻ്റെ പരിധിക്ക് മുകളിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 24 ലക്ഷം ട്രാൻസ്ഫർ ആയിട്ട് കിടക്കുന്നു നമ്മളുടെ കോർപ്പറേഷൻ്റെ അക്കൗണ്ടിൽ ഹഡ്കോയിന്ന്. അപ്പോഴാണ് ഈ മാഡത്തിന് ബോധോദയം ഉണ്ടാവുന്നത് ഇത് എൻ്റെ പരിധിക്ക് മുകളിലാണെന്ന്. അന്ന് എനിക്ക് വല്ലാണ്ട് വിഷമം കയറി, ഞാൻ ഭയങ്കരമായിട്ട് ബഹളം വച്ചതിൽ തോന്നി എനിക്ക് ഹെമറേജ് ഉണ്ടായി. വിശ്വസിക്കാൻ പറ്റും, എൻ്റെ മകൻ്റെ വീട് പണിയാനാണെന്നുള്ള പോലെയാണ്. 7 ദിവസം ആശുപത്രി. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും ഭാഗ്യത്തിന് വളരെ ചെറിയ നെർവ്സാണ് പൊട്ടിയത്, അത് അബ്സോർബായിപ്പോയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിൻസിയറായിട്ടുള്ള ഒരാൾക്കാർക്ക് ഈ കോർപ്പറേഷനിൽ ഒരു വിധത്തിലും കൗൺസിലറായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു സംഗതി അവരുണ്ടാക്കും. മറ്റേ അപ്പോൾ താങ്കൾ 3 കോടി പോയി, അതിലിപ്പോൾ 1 കോടി ഇത് കഴിഞ്ഞല്ലോ, 3 കോടി കോർപ്പറേഷനാണ് വരുന്നത്, അത് വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഹഡ്കോൻ്റെ ഫണ്ട് വന്ന് സബിത ഭോജൻ മാഡം എന്ന് പറഞ്ഞ മാഡമാണ് നമുക്കൊക്കെ ശരിയാക്കി തന്നത്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് BJPയുടെ ഈ കുട്ടി ഹഡ്കോയിലേക്ക്. ആ മാഡമാണ് പറഞ്ഞത് പത്മജിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം. അപ്പോൾ മാഡം വന്നപ്പോൾ ഇവിടെയുള്ള ഒരു എൻജിനീയർ ചോദിക്കുകയാണ്, മാഡത്തിനോട് പറഞ്ഞ് നമ്മളുടെ കോർപ്പറേഷൻ്റെ കെട്ടിടം, വലിയ പുതിയ കെട്ടിടം വരുന്നുണ്ടല്ലോ, ഒരു 150 അത്ര ടോയ്ലറ്റ് ഉണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കും. കടലാസിലല്ലേ, ഒന്നും ആയിട്ടില്ല. അല്ല, അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്, ആർക്കും പൈസയും കൊടുത്തിട്ടില്ല. ഒരു പുതിയ കോൺട്രാക്ടർ വന്ന് അയാളോട് ആദ്യം പറയും ഒരു മുറി ചെയ്യുമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ രൂപയും പോവും, ഇതിൻ്റെ രൂപയും പോവും, എല്ലാം പോവും, സ്വാഹയാവും കേട്ടോ. ആർക്കും കൊടുത്തിട്ടില്ല. എനിക്കറിയാം 1-2 കോൺട്രാക്ടർമാർ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് അവരുടെ പൈസ കിട്ടാത്തത്. ആദ്യം വന്ന് വർക്ക് എടുക്കുമ്പോൾ മേയർ വളരെ സോഫ്റ്റായിട്ട് അതിൻ്റെ ആ പണി ഒന്ന് നോക്കാം, അത് നമുക്കിതിൽ ഞാൻ ടെമ്പററി സാങ്ഷൻ തരാം, അല്ലെങ്കിൽ പ്രയോറിറ്റി സാങ്ഷൻ തരാം. അവർ ആദ്യമായിട്ടല്ലേ വരുന്നത്, അവരതങ്ങ് എടുക്കും. ഒരു 5-6 ലക്ഷം രൂപ ഒന്ന് മേടിച്ചു തരാം, 5-6 കോടി രൂപ മേടിച്ചു തരാമോ ഹഡ്കോയിന്ന് ഇതൊന്ന് പൂർത്തീകരിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത് ആ അവസ്ഥയിലാണ് കോർപ്പറേഷൻ ഇരിക്കുന്നത്. അപ്പോഴാണ് 78 കോടിയുടെ മാർക്കറ്റ്. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നു ഈ പൈസ? മോദിയുടെ കാശ്, മോദി CSMLന്റെ. അല്ലാണ്ട് ഇവർക്ക് എവിടുന്നാ പൈസ? ഇവർക്ക് എവിടുന്ന? എന്നിട്ടൊരു കാര്യമുണ്ട് കേട്ടോ, ഒരു ഫോട്ടോ പോലും അവിടെ വയ്ക്കില്ല മോഡിജിയുടെ. CSMLന്റെ ഫണ്ടാണ്, അലോക്കേഷനാണ്, അവരാണ് പണിയുന്നത്. എന്ത് സൂപ്പറായിട്ടാണ്, നമുക്കൊരു ഫോറിൻ മോഡലൊക്കെ കയറുന്ന പോലെയാണ്. ഇപ്പൊ താങ്കൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞു ഇത് എയർപോർട്ട് ബിൽഡിംഗ് പോലെ. അങ്ങനെ സൂപ്പറായിട്ട് പണിതിരിക്കുന്നു. പക്ഷേ ഇനോഗ്രേഷന് അതിൻ്റെ ഹഡ്കോൻ്റെ അല്ലെങ്കിൽ ആരുടെയും മിനിസ്റ്റർമാരെയും ഇൻവൈറ്റ് ചെയ്യില്ല. അതിനു മുമ്പ് മരുമകനോ പിണറായി സഖാവ്. ഞാൻ അറിഞ്ഞത് ഇതിവിടെ മാത്രമല്ല, ട്രിവാൻഡ്രത്തും ഗുരുവായൂരും ഒക്കെ ഇതുപോലത്തെ പ്രൊജക്ടുകൾ വരുന്നുണ്ട്. ഏതാണ്ട് ഇന്ത്യയിൽ 100 നഗരങ്ങൾ ഈ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൃത സിറ്റി അല്ലേ, അതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലും ഫണ്ട് വരുന്നത്. പക്ഷെ നമ്മൾ കൊച്ചിയിലൂടെ പോകുമ്പോഴത്തേക്ക് ഇപ്പം മറൈൻ ഡ്രൈവിലെ വാക്ക് വേ, പിന്നെ നല്ല ഫുട്പാത്തുകൾ, പണ്ടത്തെ പോലെയല്ല, ഫുട്പാത്തുകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഒരു പാർക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ കല്ലൂർ എന്തോ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എന്തോ പാർക്ക് വരുന്നുണ്ട് അല്ലേ, പാർക്കിംഗ് സ്ഥലം വരുന്നുണ്ട്. ഇങ്ങനെ കുറേ പ്രോജക്റ്റുകൾ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വഴി വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേന്ദ്രത്തിൻ്റെ ആണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് അവർ നെയിം ബോർഡ് വെക്കും, അതിൽ CSML എഴുതി വെക്കും. ആ ബോർഡിൽ, നെയിം ബോർഡിൽ ഇപ്പോൾ ദിവാൻസ് റോഡ് മുകളിൽ CSMLന്റെ ലോഗോ ആയിരിക്കും. പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൽ വരുന്നു, നേതൃത്വത്തിൽ വരുന്നു എന്നുള്ളൊരു ഇതില്ല. CSML എന്താ, കൊച്ചി സ്മാർട്ട് മിഷൻ. അപ്പോൾ അവർ കൊച്ചി കോർപ്പറേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പിണറായി സഖാവിൻ്റെ പൈസയാണെന്ന് വിചാരിക്കുന്നു. വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതി എന്നതിൽ എഴുതി വയ്ക്കാനുള്ള ഒരു വ്യവസ്ഥ കൂടെ ചെയ്യണമെന്ന് ഞാൻ ഡൽഹിയിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അത്രേ എനിക്ക് ചെയ്യാനായിട്ട്. ബ്രാൻഡിങ് വേണമെന്ന് കേന്ദ്രം പലയിടത്തും പറയുന്നുണ്ട്. CSML കൊച്ചി സ്മാർട്ട് മിഷൻ അല്ലേ, അത് കൊച്ചി നഗരസഭയുടെ എന്തോ ആണെന്ന് ഓർക്കും. അതെ. അപ്പോൾ ഇപ്പോൾ ജനൌഷധി വന്നു. മുഖ്യമന്ത്രി കേന്ദ്ര മോഡിജിയുടെ പടം വയ്ക്കാനായിട്ട് വച്ചാൽ ഞങ്ങളിവിടെ കയറില്ല എന്ന് പറയുന്നുണ്ട് ആൾക്കാർ, മറ്റേ പാർട്ടിക്കാരും. മറ്റു പല ജനൌഷധിയിലും മോദിയുടെ പടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മോഡിജിയുടെ പടം വയ്ക്കുമ്പോൾ ജനങ്ങൾ, മറ്റ് പാർട്ടിക്കാർക്ക് അതൊക്കെ വെറുതെ പറയുക. ആളുകൾക്ക് എല്ലാവരും കുറഞ്ഞ പൈസയ്ക്ക് സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾ ആദ്യം പോയി മേടിക്കും. ഇപ്പോൾ മോദിജിയുടെ 2000 രൂപ മേടിക്കുന്നുണ്ടല്ലോ സഹാക്കന്മാർ. അതുണ്ട്. അതിന് ഒരു തമാശ ഞാൻ പറഞ്ഞു, തമാശയെല്ലാം നടന്ന കാര്യം. ഞാൻ ഇങ്ങനെ ഞങ്ങൾ ബെനിഫിഷ്യറീസിന് ഇൻ്റർവ്യൂ നടക്കുമായിരുന്നു. അപ്പോൾ മള്ളിയൂർ ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചായിരുന്നു ഒരു കുഞ്ഞും അമ്മയും അച്ഛനും കൂടെ ബൈക്കിൽ. അപ്പോൾ ഞാൻ സുകന്യ സമൃദ്ധി യോജന ഉണ്ടല്ലോ, അപ്പോൾ പോയിട്ട് മോൾക്ക് സുകന്യ സമൃദ്ധി യോജന എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛനും
ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മ വളരെ സോഫ്റ്റായിട്ടാണ്, ചേച്ചി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ അതൊന്ന് എടുക്കണമെന്ന് പറയാനും, എടുത്തിട്ടുണ്ടെങ്കിൽ മോഡിജിക്ക് ഒരു നന്ദി, അതായത് ഞങ്ങൾ സുകന്യ സമൃദ്ധിയുടെ ഇത് ഗുണഭോക്താക്കളാണ്, നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ മാഡം റെഡിയായി. ഹസ്ബൻഡ് പറ്റില്ല, കയറി വണ്ടിയിൽ. അപ്പം എന്താ സഹോദര, മകൾക്ക് എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല, പക്ഷെ എടുക്കാം. സുകന്യ സമൃദ്ധി തൊട്ട് കിട്ടുന്ന പരിപാടിയൊക്കെ വേണം, തൊട്ട് കിട്ടുന്ന പണി പറ്റും. അതിപ്പോ ഈ നമ്മൾ ഈ അംബാനിയുടെ ആണല്ലോ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്, അല്ലെ? ജിയോ ആണ് എല്ലാ ഫോണും. അത് മേടിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് അംബാനിയെ ചീത്ത പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത്. ഒരു കാര്യം എന്നെ പറയാൻ സമ്മതിക്കണേ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്, വീട് കയറി ഇങ്ങനെ ചുമ്മാ നടക്കുന്നതാണ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ പാർട്ടി പ്രവർത്തനത്തിന് ഇഷ്ടം. എനിക്കിഷ്ടം ഗൃഹസമ്പർക്കാണ് ഇഷ്ടം. ഞാൻ ഏലൂർ സൈഡിൽ ഇടയാർ ആ സ്ഥലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കിസാൻ സമ്മാൻ നിധി എടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ എടുക്കാൻ പറ്റില്ല, അതെടുത്താൽ ഞങ്ങളുടെ പുരയിടം കൃഷിഭൂമിയായിട്ട് മാറും, പിന്നെ ഞങ്ങൾക്കത് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? അപ്പോൾ അത് മറ്റേ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ചേച്ചിമാരാണ്. അല്ല, ഇക്ക വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കൊടുത്തിരുന്നു, ഇക്ക വന്നപ്പോൾ പറഞ്ഞു, വാർഡ് മെമ്പർ പറഞ്ഞു ഇത് കൊടുക്കരുത്, കൊടുത്താൽ നിങ്ങൾക്ക് ഇനി ഇത് വിൽക്കാൻ പറ്റില്ല, കൃഷിഭൂമിയായി പോവും, ഉടനെ ഞാൻ നാളെ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും നീ ഇത് മാറ്റിയിട്ടുണ്ടാവണമെന്ന് ഇക്ക ഞങ്ങളെ വാൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെയൊന്നുമില്ല. അയ്യോ, വാർഡ് മെമ്പർ പറഞ്ഞു, മാഡത്തിന് അറിയാഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നോക്കിയപ്പോൾ ആദ്യം കിടക്കുന്നത് ഒരു വനിതയുടെ പേരാണ്. ഞാൻ വെച്ചാൽ ഇതാരാണ്? അവരുടെ ഇതിൽ ഞങ്ങളുടെ വാർഡ് മെമ്പറാണ്. ഞാൻ ആ മെമ്പർ എടുത്തിട്ടുണ്ടല്ലോ. മറ്റേ ആൾക്കാരൊക്കെ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഉള്ള വോട്ടേഴ്സാണെന്ന് വിചാരിച്ചിട്ട് വാർഡ് മെമ്പർ അവരെ നിരുത്സാഹപ്പെടുത്തി. എൻ്റെ ആദ്യം എടുത്തിരിക്കുന്നത് വാർഡ് മെമ്പർ തന്നെയാണ്. ഞങ്ങൾ പോകുന്ന എല്ലാ മീറ്റിങ്ങിലും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ടോപ്പിക്കിന് ഇത്തിരി വ്യതിചലിച്ചു പറയുന്ന കാര്യമുണ്ട്. എന്താണ്, നിങ്ങൾ തരുന്ന ടാക്സ് പൈസ നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു തരുന്നു. ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് വന്നു, നിങ്ങൾക്കതൊരു ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. ഔദാര്യമാണെങ്കിൽ സുലഞ്ചിക്ക് ചോദിക്കാം, പത്മചേച്ചി പാവം 9,000 രൂപ ഓണറേറിയത്തിൽ ജോലി ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് പത്മചേച്ചിക്ക് ഇരിക്കട്ടെ, ഞാനങ്ങ് ഒഴിവായേക്കാം എന്ന്. പക്ഷേ അവകാശം നമ്മൾ ചോദിച്ചു വാങ്ങണം, പിടിച്ചു വാങ്ങണം. ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. കോവിഡ് സമയത്ത് നമ്മൾ അനുഭവിച്ചോ? നമുക്ക് അവിടുന്ന് പച്ചക്കറി ലോറികൾ വരുന്നില്ല, കാശുണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ കിട്ടാനില്ല. അപ്പോൾ അതിനു വേണ്ടി വന്നിരിക്കുന്നതാണ് കിസാൻ സമ്മാൻ നിധി. ആയുഷ്മാൻ ഭാരത് ഇപ്പം APL BPL വ്യത്യാസമില്ലാണ്ട് കൊടുക്കുന്നുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ സൗജന്യം എല്ലാ വർഷവും. ഭാര്യയും ഭർത്താവിനും 70 വയസ്സ് കഴിഞ്ഞെങ്കിൽ 10 ലക്ഷം രൂപ, ഭാര്യയും ഭർത്താവിൻ്റെ ഭാര്യയുടെ അമ്മയുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ. ഈവൻ BPL കാർഡിലുള്ള ആയുഷ്മാൻ ഭാരത് ആൾക്കാർക്ക് ഇവർക്ക് തനിച്ച് മാറാം. അപ്പം വേറൊരാളെ 4 പേർക്കേ കിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഒരാളെ ഇതിലേക്ക് കയറ്റാം. അപ്പോൾ ഇദ്ദേഹത്തിന് സെപ്പറേറ്റ് ആയിട്ട് അമ്മയ്ക്കോ അച്ഛനോ എന്ന് വെച്ചാൽ കിട്ടാം. ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ അവകാശമാണോ? ഔദാര്യമല്ല, നമ്മൾ കൊടുക്കുന്ന ടാക്സ് പൈസ. പ്രത്യേകിച്ചും പറയുന്ന കഴിഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് നോമിനി ടു കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡായിരുന്നു. ആ സമയത്ത് പ്രത്യേകിച്ചും പോകുന്ന കാര്യങ്ങൾ പറയുന്നത് അവകാശം ചോദിച്ചു വാങ്ങൂ. സീറോ ബാലൻസ് അക്കൗണ്ട്, അതിന് വരുമാന പരിധിയില്ല, പക്ഷെ അതിലേക്ക് ധാരാളം കാര്യങ്ങൾ ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ഇൻകം. എല്ലാ കോവിഡിൻ്റെ സമയത്ത് എല്ലാവർക്കും 500 രൂപ വീതം വന്നിരുന്നു, പക്ഷെ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കണ്ടേ? അതിൽ 5 പൈസ കിട്ടാത്ത കാരണം ഇവർ പറയും ഒന്നും ഇല്ലയെന്ന് പറയും, ഇത് ബാങ്കുകാർ. അതൊക്കെ കഴിഞ്ഞു, മോഡി സർക്കാർ തന്നെയല്ലേ ഭരിക്കുന്നത്. മറ്റേതാണെങ്കിൽ 500 രൂപ അവിടെ കിടക്കണം. ഇതിപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങുന്ന അത്രയും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ 5 രൂപയുടെ കൈകാര്യമില്ല. നമുക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ബെനിഫിറ്റ് ഉണ്ട്. കിട്ടുന്ന കാർഡ് നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്താൽ അത് ചാലുവായിട്ടിരിക്കും, ലൈവായിട്ട്. നമ്മുടെ കോർപ്പറേഷനിൽ BJPക്ക് എത്ര കൗൺസിലർമാരുണ്ട്? 5 കൗൺസിലർമാർ. അപ്പോൾ നിങ്ങൾക്കെങ്കിലും പറഞ്ഞുകൂടെ, ഇത് ഈ പറയുന്ന കൊച്ചിൻ മാർക്കറ്റ്, കൊച്ചി നഗരത്തിന് ബ്യൂട്ടിഫിക്കേഷൻ വർക്കുണ്ടല്ലോ, നല്ല നടപ്പാതകൾ, മറൈൻ ഡ്രൈവ് വാക്ക്വേയുടെ വികസനം, പുതിയ പാർക്കിംഗ് സംവിധാനം കല്ലൂർ വരുന്നത്, ഫോർട്ട് കൊച്ചി പാർക്കിൻ്റെ നവീകരണം, ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് സിറ്റി പദ്ധതിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമാണ് എന്നൊന്ന് പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഒരു കാര്യം, അമൃത് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അമൃത് പദ്ധതിയിൽ എൻ്റെ ഡിവിഷനിലുള്ള കുടിവെള്ളം എത്താത്ത എല്ലാവർക്കും ഞാൻ വെള്ളം എത്തിച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ കോൺഗ്രസ് MLAയുടെ പടം
അഭിവാദ്യങ്ങൾ കുടിവെള്ളം എത്തിച്ചു തന്ന പേര് എല്ലാവർക്കും അറിയാലോ, എറണാകുളത്തിൻ്റെ MLA ആണെന്ന്, അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ. ഈ വെയിൽ കൊണ്ട് അമൃത് പദ്ധതിയുടെ ഇവിടുത്തെ പ്രോജക്റ്റ് ഓഫീസറായ സന്തോഷിൻ്റെ അടുത്ത് പോയി എല്ലാവരും പേരും അഡ്രസ്സും കൊടുത്ത് അവർക്കൊക്കെ കുടിവെള്ളം എത്തിച്ചു കൊടുത്ത് ഞാനാരായി? ഇതാണ് നമ്മളിത് പറയുന്നുമില്ല, ഫ്ലെക്സ് വെക്കുന്നുമില്ല. അല്ല, ഞാൻ എൻ്റെ വേറൊരു കോളനിയിൽ കൊടുത്തപ്പോൾ ഫ്ലെക്സ് വെച്ചു, പിറ്റേ ദിവസം ചെന്നപ്പോൾ ഫ്ലെക്സ് കാണാനില്ല. നമ്മൾ ഇവരുടെ ഫ്ലെക്സ് മാറ്റില്ല. അത് നമ്മളുടെ ഒരു പാർട്ടിയുടെ ഒരു ഇതായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല. പക്ഷെ നമ്മൾ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഞാൻ കണ്ടു ആ കോളനിയിലുള്ള വേറൊരു പാർട്ടിക്കാരൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ അത് ചാരി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഞാനതിന് വഴക്ക് പിടിക്കാനൊന്നും പോയില്ല. അവിടെയെങ്കിലും അദ്ദേഹം വച്ചല്ലോ, തിരിച്ച് കാണാൻ പറ്റുന്ന പോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ. ഇതാണ് ഇവിടുത്തെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേറൊരു കോളനിയിൽ കൊടുത്തു, അവരിങ്ങോട്ടേക്ക് കോളനി എന്ന് ഇപ്പോൾ പലത് കോളനിയല്ല, കോർപ്പറേഷൻ്റെ ആൾക്കാർ താമസിക്കുന്നതിന് കോളനി എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ജാതി അടിസ്ഥാനത്തിലുള്ളതല്ല കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു മാഡത്തിൻ്റെ ഒരു ഇത് വെക്കും, മാഡമാണ് ഞങ്ങൾക്ക് ചെയ്ത് തന്നതെന്ന് ഇവിടെ കൂടെ മെയിൻ റോഡിലാണ്, ആൾക്കാരെങ്കിലും ഒന്നും അറിയട്ടെ എന്ന്. അപ്പോൾ അതിപ്പോൾ കൊണ്ടുവയ്ക്കാനായിട്ട് അടിക്കാൻ കാരണം എല്ലാം ഈ എട്ടുകാലി മമ്മൂഞ്ഞുമാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഏത് നമ്മളിപ്പം ഈ ഒരു തുരങ്കപാത ഉണ്ടായാൽ അവിടെ കൊണ്ട് ഫ്ലെക്സ് വെക്കും. അപ്പോൾ എനിക്ക് എറണാകുളം മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ആരെയും പങ്കെടുപ്പിക്കാൻ മരുമകൻ വന്നു, സുരേഷ് ഗോപി കേന്ദ്രമുണ്ട്, ജോർജ്, 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, അവരെ പോലും വിളിക്കാൻ സാധ്യതയില്ല. ഇല്ല, അവിടെ നിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് തന്നെ വരും, പ്രത്യേകിച്ചും കേരളം. അവർക്ക് അങ്ങനെ യാതൊരു ഇതില്ല കേട്ടോ. എവിടെയാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അത് ഒരു സാറിന് ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മളുടെ തുരങ്കം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിജി പിന്നെ വന്നിട്ട് അത് ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അത് നമ്മൾ ഇവിടെ നിന്ന് അറിയിക്കും. പക്ഷേ ഒഫീഷ്യൽ ചാനലിൽ കൂടെ പോയാൽ മാത്രമേ അവർക്ക് വരാനായിട്ട്, അതിന് പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ചാനൽ അറിയിക്കില്ല, അറിയിക്കാത്തപ്പോൾ പിന്നെ ഇവിടെ ചെയ്യാമല്ലോ. അതാ ഇവർ ചെയ്യും. ഇപ്പം തന്നെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും വിചാരിച്ചിട്ടുണ്ടാവുക കൊച്ചി സ്മാർട്ട് മിഷൻ എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ നടത്തുന്നതാണ്. കോടിക്കണക്കിന് അമൃത് പദ്ധതിയിലൊക്കെ എത്ര കോടി രൂപയാണ് വരുന്നത്. ഓരോ വീട്ടിലേക്കാണ് കുടിവെള്ളം കൊടുക്കുന്നത്, ഓരോ വീട്ടിലേക്കും മീറ്റർ ഉൾപ്പെടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. എത്ര കോടിക്കണക്കിന് രൂപ കേരളത്തിൽ തന്നെ വന്നു. അതൊക്കെ കേരള സർക്കാരിൻ്റെ പദ്ധതികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറ്റം പറയുന്നത് നിങ്ങളുടെ പാർട്ടിയെ മാത്രമേ പറയുള്ളൂ. കാരണം ഇപ്പം നഗരത്തിലെ കാര്യങ്ങൾ പറയാൻ നഗരത്തിലെ പാർട്ടി, അപ്പോൾ ഇത് സുരേന്ദ്രനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രാദേശികമായി ഓരോ വാർഡിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും ഓരോ പഞ്ചായത്തിലും ഓരോ കോർപ്പറേഷനിലും എന്തൊക്കെ വരുന്നുള്ള BJP സംസ്ഥാന പ്രസിഡന്റ് അറിയില്ല. അതത് വാർഡിലെ കൗൺസിലർമാർ, അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാർ, ജില്ലാ പ്രസിഡന്റുമാർ, ഇവരൊക്കെയാണ് ചെയ്യേണ്ടത്. എറണാകുളം നഗരത്തിൽ എന്തൊക്കെ ചെയ്യുന്നു, ഒരു ക്യാമ്പയിൻ ആരംഭിക്കണം. എൻ്റെ ഡിവിഷനിൽ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ രൂപ ചിലവാക്കി പോസ്റ്റർ അടിച്ച്, ഇപ്പോൾ പറഞ്ഞ ആയുഷ്മാൻ ഭാരത് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇന്ന സ്ഥലത്ത് രജിസ്ട്രേഷൻ ഉണ്ട്, ഇവിടെ വെച്ച് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാനിപ്പം നാളെ ചാവറ കൾച്ചർ സെൻറ്ററിലുണ്ട്. കഴിഞ്ഞ ആഴ്ച അത് രാമവർമ്മ ക്ലബിലായിരുന്നു. വീടുകളിൽ പോയി വയസ്സായവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ പോസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ട് എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നു. തൃപ്പൂണിത്തുറയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, ചെമ്പക്കരയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. എറണാകുളത്ത് കൂടെ ബസ്സിൽ പോകുമ്പോൾ കാണുന്ന പോലെ ഞാനത് തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. നല്ല മാതൃക. ഇതിപ്പോൾ എല്ലാ ഇതുമായി ബന്ധപ്പെട്ട BJP പദ്ധതി, സർക്കാരിൻ്റെ പദ്ധതിയാണെങ്കിൽ അത് ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് അത് എത്തിക്കേണ്ടത് ആ പാർട്ടിക്കാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം, അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.